അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനം, വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എണ്ണ കാച്ചാൻ പോവുക കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ തേക്കാൻ പറ്റുക. അപ്പോൾ ഈ കൊതുകും ഈച്ചയും ഒക്കെ പെരുകിയ ഈ ടൈമിൽ തന്നെ നമ്മളൊരു എണ്ണ കാച്ചാം. പക്ഷേ എല്ലാ കാലത്തും തേക്കട്ടോ. അപ്പം നമ്മൾ ഈ മഴക്കാലത്തും ഈ കാലത്തൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല മേത്ത് പിടിക്കുകയും ചെയ്യും, നല്ലൊരു റിസൾട്ടേക്കും നമുക്ക് കിട്ടുക. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ ഒരു 6 മാസം 3 മാസമൊക്കെ തൊട്ട് തേക്കാം. അപ്പോൾ വലിയ ആൾക്കാർക്കും ഒക്കെ തേക്കട്ടോ. നമ്മളെ മേത്ത് എന്തെങ്കിലും ഈ കൊതുക് കടിച്ച പിന്നെ എന്താണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇവിടുത്തെ മോന് ചൊറിഞ്ഞ് പൊട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കൊതുകിൻ്റെ കടി ഭയങ്കര പകയുള്ള, അതായത് അലർജി ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു എണ്ണയാണ് നമ്മളിന്ന് കാച്ചാൻ പോകുന്നത്. എന്നാലും നല്ല നിറം വെക്കും ചെയ്യും കുട്ടികൾ. വലിയ ആൾക്കാർക്ക് മുഖത്തും കൈമലൊക്കെ തേച്ച് കൈയൊക്കെ നല്ല വൃത്തിയാക്കി വെക്കാം. ആദ്യം നമ്മൾ കൈയൊന്ന് നല്ലപോലെ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി, പിന്നെ അത് വേറൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തുതരാം. നല്ല സോഫ്റ്റായിട്ട് ഈ എണ്ണ തേക്കുക. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വലിയൊരു ക്യാരറ്റ് ചെയ്യുന്നു കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഞാനിത് ഒരു കഷ്ണം എടുത്ത് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണക്ക് അനുസരിച്ചാണല്ലോ ഉണ്ടാക്കുക. തോനെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 or 3 ക്യാരറ്റൊക്കെ എടുത്ത്, ബീറ്റ്റൂട്ട് ഒന്നെടുത്ത്, ഞാൻ പകുതി ആട്ടെടുത്ത്, വലിയൊരു ബീറ്റ്റൂട്ടൊക്കെ എടുത്ത്, ഇതുപോലെ മഞ്ഞൾ കുറച്ചൊരു മഞ്ഞൾ വലിപ്പം. മഞ്ഞൾ പിന്നെ എന്താണെന്നറിയാം, നമ്മളെ ഡ്രസ്സിലൊക്കെ ആവും വലിയ കഷ്ണമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുണ്ട്. നിറം വെക്കാനും പിന്നെ ഈ ചൊറിച്ചിലിനൊക്കെ പറ്റിയൊരു സാധനമാണ് ഇതും. അപ്പോൾ ഇതെടുത്ത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയണ്ട, ഏറ്റവും നല്ലൊരു സാധനമാണ് ചൊറിച്ചിലിനൊക്കെ. അപ്പോൾ ഞാനൊരു എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ മഞ്ഞൾ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ ഇട്ടോളൂ. ഞാൻ ഇടാഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഡ്രസ്സിലൊക്കെ ആവും. ആ കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. പക്ഷേ ഞാനൊരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ആര്യവേപ്പ് നിർബന്ധമായിട്ടും പിന്നെ ചൊറിച്ചിലിന് പറ്റണ ഒരു സാധനം. ഈ കാലത്ത് ആയതുകൊണ്ട് ഈ ആര്യവേപ്പിൻ്റെ ഇല കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അതിൽ ഇടുക കേട്ടോ. നല്ല ഒരു സുഖം കിട്ടും ചൊറിച്ചിലിനൊക്കെ. കുട്ടികൾ മാന്തി കൊണ്ട് നടക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് ഞാൻ തൊലി ചെത്തി വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് കാച്ചെടുക്കും വേണം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞാൽ മതി. അങ്ങനെയാണ് കളഞ്ഞ് നമുക്കൊന്ന് അരച്ചെടുക്കണത്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട് കേട്ടോ. നല്ല മിനുസം വെക്കാനും നിറം വെക്കാനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ തലയെ തേക്കാനും നല്ലതാണ്, പിന്നെ നമ്മളെ ശരീരത്തിലൊക്കെ തേക്കാനും നല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പെരിയിലുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് വേറെ എവിടുന്നും കൊണ്ടുവരുമൊന്നും വേണ്ട. ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതും ഈ 3 സാധനവും നിർബന്ധം കേട്ടോ. ഇത്രയും സാധനം നിർബന്ധമാണ്. അരിവേപ്പ് ഉണ്ടെങ്കിൽ ഇട്ടോളി, ഇല്ലെങ്കിൽ അതും. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ മഞ്ഞളെണ്ണ തേക്കലുണ്ടല്ലോ, അതിന് അതുപോലെ ഉണ്ടാക്കുകയാണ് ഇത്രയും സാധനം കൊണ്ട്. ഇതൊക്കെ ചൊറിച്ചിൽ, വിഷം, അതിനൊക്കെ പറ്റിയതാണ്. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് എല്ലാ സ്ഥലത്തും പനിയും ഈ കൊതുക് കടിച്ചിട്ട്. അപ്പം നല്ലൊരു ക്ലാസ് ഉണ്ടായിന് ഇവിടെ. അപ്പോൾ ഒരു പറയും ഞങ്ങൾ കുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം, എല്ലായിടത്തും ഡെങ്കിപ്പനി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഈ സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ തേച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അരിവേപ്പ് എടുത്ത്. മഞ്ഞളിൻ്റെ കഷ്ണം ഇട്ട്, ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതാക്കി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കണ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ വരച്ചിട്ട് അടിച്ചെടുത്താലും മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 100 പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ അതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടിയാൽ മതിയല്ലോ.
അപ്പം ഞാനിതാ ഈ വലുപ്പത്തിലിത് അരിഞ്ഞിടുന്നുണ്ട് ഇതിക്ക്. എന്നിട്ട് നമുക്ക് ഇന്നിങ്ങനെ ചെറുതാക്കി ചതച്ച് ഒന്നങ്ങോട്ട് അടിച്ചാൽ ഇത് നല്ല ക്ലിയറായി വരും. നമുക്കിപ്പോൾ ഇതിൻ്റെ ജ്യൂസല്ലല്ലോ വേണ്ടിയത്, ഇതുപോലെ തന്നെ ഇടുകയാണ്. അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതാ നമ്മൾ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിക്കുക. അതിപ്പോൾ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. ഇതിനൊക്കെ എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ ഞാനത് അത്ര ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് തേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൊതുകിനൊക്കെ നല്ലതാണല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കുക. അപ്പോൾ അതായത് ചട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടായി അതിൽ എണ്ണ ഒഴിച്ച്. ഇത് നമ്മളെ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ കേട്ടോ, നല്ല വെളിച്ചെണ്ണ. കിട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കടയിൽ നിന്ന് വാങ്ങിയതായാലും മതി. അപ്പോൾ ഞാൻ ചട്ടിക്ക് ഇട്ടിട്ടോ ഇത് അരച്ചത് മുഴുവനായിട്ട് നമുക്ക് കഴിക്കേണ്ടത്. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ആയി കിട്ടണം കേട്ടോ. അതിപ്പോൾ അതുവരെ ഞാനൊന്ന് ചെറിയ തീയിൽ ഇളക്കട്ടെ. അപ്പോൾ അത് നമ്മളെ എണ്ണ ഏകദേശം ആയിട്ടോ. ഞാൻ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഇളക്കണ്. ചെറിയ തീയിൽ ഇതുണ്ടോ, ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാച്ചി ഇളക്കി എടുക്കുക. അപ്പം നമ്മൾ അരിവേപ്പും എല്ലാ സാധനവും ഒന്ന് മുരിഞ്ഞ് വന്നിണ് കുറച്ചൊന്ന്. ഇതുണ്ടോ ഒരു ഒച്ച ഉണ്ടോ, നല്ലൊരു പാകത്തിലായി വന്നിണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തോനെ തീ കത്തിച്ചിട്ടാണ്ട് പാളിപ്പിച്ച് കണ്ട് ഇളക്കിയെടുക്കരുത്. ചെറുതായിട്ട് ചെറിയ തീയിൽ, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ ആര്യവേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് നിസ്സാരം. ആദ്യമൊക്കെ എന്തോ ഒരു രോഗം, ഒരു വസൂരി രോഗം എന്തോ ഒന്നുണ്ടായിട്ട് അതിമ ഈ വായൻ്റെ ഇല കെട്ടിയിട്ട് വെട്ടി വാട്ടിയിട്ട് അതിൽ നിരത്തിയിട്ടിട്ട് അതിൽ നില കടത്തിന്ന് ഈ ഇല അതിൽ നിരത്തിയിട്ടിട്ട്. അത്രക്കും നല്ലൊരു സാധനം വിഷത്തിന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിട്ട്. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളടുത്തോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചിടുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാനിതൊന്ന് അരിച്ചിട്ട് ചൂടാറി അരിച്ചിട്ടേ ഇനി കാണിച്ചു തരുള്ളൂ. നല്ല പാകത്തിനായിന് കണ്ട കളറ് മാറിയേ, നല്ലൊരു മഞ്ഞ കളറും വന്നിണ്. ഇതൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് ചൂടാറിയിട്ട് അരിച്ചെടുത്താൽ മതി. ഒരു 10-15-20 മിനിറ്റൊക്കെ. എന്താണെന്നറിയോ, ഇത് തോനെ തീ കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്നാണ് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും അതിൽക്കിറങ്ങൂല. അതുകൊണ്ടാണ്